സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നിരിക്കുവാണ്. ഒടുവിൽ സേതുവിനെ പൂർണിമാമയും എല്ലാവരും കൂടി ചേർന്ന് തിരിച്ചു വിളിച്ചു. സന്തോഷത്തോടുകൂടി സേതു വന്നിരിക്കുവാണ്. എന്നാൽ അവിടെ വന്നതിന് ശേഷം തന്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ ഓരോരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സേതു ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക? ഋതുവിനെ ഭീഷണിപ്പെടുത്തി ഋതുവിന്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്ത പ്രതാപനിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സേതു തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 48 മണിക്കൂറിനകത്ത് വെച്ച് പൈസ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതാപന്റെ കാര്യം ഗോവിന്ദ തന്നെയാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ നല്ല കിട്ടിലൻ 8ന്റെ പണിയാണ് പ്രതാപന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സേതു ഒന്ന് വെല്ലുവിളിച്ചു, 48 മണിക്കൂറിനകത്ത് വെച്ച് നീ പൈസ കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പത്മജയുടെ നെറ്റിയിലെ സിന്ദൂരവും കാണത്തില്ല, കഴുത്തിൽ താലിയും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സേതു പോയത്. അതെന്താണ് കാര്യമെന്ന് പ്രതാപന് മനസ്സിലായില്ലെങ്കിലും പ്രതാപന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. പോയതിന് പിന്നാലെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. നിങ്ങൾ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവർ കൊല്ലും, നിങ്ങളെ എന്തായാലും സേതു കൊല്ലും. സേതു എന്ന് പറയുമ്പോൾ നല്ല ആൾക്കരുത്തുള്ള നല്ല കരുത്തുറ്റ ഒരു ചങ്കുറപ്പുള്ള ഒരു ആളാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഉറപ്പായിട്ടും അവന്റെ കയ്യിൽ നിന്നും 8ന്റെ പണി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത് ചെയ്യും? തൻ്റെ കയ്യിലാണെങ്കിൽ ഒട്ടും പൈസയും ഇല്ല. ഋതുവിനാണെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ തന്നെ സൂപ്പാക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. സാധാരണ ഇപ്പോൾ ശത്രുക്കൾ എപ്പോഴും ശത്രുക്കളോടായിരിക്കും ഒത്തുചേരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരവസരം കിട്ടിയപ്പോൾ പ്രതാപന് സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതാപൻ ആരോടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്നത് ഇന്ദ്രനോടായിരിക്കും. കാരണം ഇന്ദ്രനാണ് സേതുവിനെയും പല്ലവിയെയും തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അവസരത്തിനും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഇന്ദ്രനോട് തന്നെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ സേതുവിനെ തകർക്കാനായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇന്ദ്രൻ സഹായം ചെയ്യും എന്ന് പ്രതാപൻ ഉറപ്പായിരുന്നു. അങ്ങനെ ഇന്ദ്രനെ പ്രതാപൻ പോയി കാണുവാണ്. കണ്ടു, ഇന്ദ്രനോട് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഇന്ദ്രൻ വന്നത്. ഇന്ദ്രനെ കണ്ടു, സംസാരിച്ച സമയത്ത് പ്രതാപനോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പ്രതാപൻ കാര്യം പറഞ്ഞു, ഇതേപോലെ ഞാൻ ഋതുവിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും പക്ഷെ അതിപ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുവാണ്. സേതു വന്ന് നല്ലതുപോലെ ഭീഷണിയൊക്കെ പെടുത്തി, എത്രയും പെട്ടെന്ന് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ പെടുത്തും അല്ലെങ്കിൽ എന്നെ കൊന്നുകളയും എന്നാണ് സേതുവിൻ്റെ ഭീഷണി. അപ്പം ഞാനിനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ദ്രന്റെ സഹായം തേടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഇന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷെ കുറച്ച് വളഞ്ഞ വഴിയല്ല, അത്രത്തോളം തരം താണ പണിയാണ്. എന്തായാലും ഈ ഒരു മാർഗം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പ്രതാപനോട് പറഞ്ഞിട്ട് ഋതുവിനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഋതു ഫോൺ ചെയ്തപ്പോൾ ഋതുവിനെ പ്രതാപൻ ഫോൺ ചെയ്തു, കോൾ എടുത്തു. എന്നിട്ട് കാര്യം ചോദിച്ചപ്പോൾ പൈസ തരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നതാണെന്നും ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ലൊക്കേഷനിൽ എത്തിയാൽ മതി എന്ന് പ്രതാപൻ പറഞ്ഞു. ശരി, ഞാൻ ഉടൻ തന്നെ വരാം. കാരണം അത്രത്തോളം സാമ്പത്തിക മാധ്യമമാണ് ഋതു കാരണം പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും പൈസ കെട്ടിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഉള്ള മാധവന്റെ അധ്വാനം വെറുതെ ആയി പോകുമെന്ന് ഋതുവിന് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിക്കുന്നത്. പ്രതാപൻ തന്നെ അത് തന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ച് പ്രതാപൻ വിളിച്ചത് ഇതെന്തെങ്കിലും നല്ല കാര്യത്തിനാണോ ചീത്ത കാര്യത്തിനാണോ എന്ന് പോലും ചിന്തിക്കാതെ ഋതു പ്രതാപൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഈ സമയത്ത് ബാക്കി കാര്യങ്ങളും കൂടി ഋതു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എവിടേക്ക് കൊണ്ടുപോകണം, എന്താണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്നൊക്കെ കറക്റ്റാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപാടെ തന്നെ എല്ലാം ചെയ്ത് തൻ്റെ ആ ഒരു പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും പ്രതാപൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ സംഭവങ്ങളെല്ലാം നല്ലതുപോലെ സക്സസ് ആയി. പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ പ്രതാപൻ വിളിച്ച സ്ഥലത്തേക്ക് ഋതു എത്തി.
ഋതു വന്ന പാടെ തന്നെ പ്രതാപനെ കണ്ടു, സംസാരിച്ചു. പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാർ അവിടെ കിടക്കുവാണ്, നീ അതുവരെ എൻ്റെ കൂടെ വരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങോട്ടേക്ക് പ്രതാപനൊപ്പം ഋതു പോകുവാണ്. അപ്പോൾ പ്രതാപൻ പറയുകയും ചെയ്തു, ഞാൻ പൈസ തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ അഥവാ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നില്ലെങ്കിൽ എന്ത് ചെയ്തേനെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അഥവാ നിങ്ങൾ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ കൊന്നേനെ. അത്രത്തോളം ഞാൻ ഈ ഭൂമിയിൽ വിശ്വസിച്ചത് ഞാൻ അത്രത്തോളം നിങ്ങളെ വിശ്വസിച്ചിരുന്നു. പക്ഷേ നിങ്ങളായിട്ട് എനിക്കൊരു പണി തന്ന സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ ആളെ വെച്ച് കൊല്ലിച്ചേനെ എന്നൊക്കെ പ്രതാപനെ ഭീഷണിപ്പെടുത്തി. എന്തായാലും പക്ഷെ ആ സമയത്ത് ഋതുവിന് അറിയത്തില്ലായിരുന്നു പ്രതാപൻ പൈസ തരാമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു കെണിയിലേക്കാണ് എന്ന് പാവം ഋതു മനസ്സിലാക്കിയിരുന്നില്ല. എടുത്തുചാട്ടം തന്നെയാണ്, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അടി കിട്ടുമ്പോൾ ഋതുവിന് മനസ്സിലായിക്കോളും. അങ്ങനെ ഒടുവിൽ പ്രതാപനൊപ്പം ഋതു കാറിന്റെ അടുത്തേക്ക് പോയി. ഋതുവിനൊപ്പം കാറിന്റെ അടുത്തേക്ക് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആരും കാണാതെ പ്രതാപൻ ആ ഒരു കുറച്ച് തുണിയിൽ ക്ലോറോഫോം ഒക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാറിന്റെ അടുത്തേക്ക് എത്തി, കാറ് ഓണാക്കി ഡിക്കി തുറന്നു. ഡിക്കി തുറന്ന പാടെ തന്നെ ഋതുവിന്റെ മുഖത്തേക്ക് ആ ക്ലോറോഫോം മണപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഋതു രക്ഷപ്പെടാനായിട്ട് നോക്കി. പക്ഷെ പറ്റിയില്ല, അവസാനം മയങ്ങി വീണു. ഋതുവിനെ പൊക്കിയെടുത്ത് കാറിന്റെ അകത്തെടുത്തിട്ട് പ്രതാപൻ നേരെ കാറ് വെച്ച് പിടിച്ചത് ഒരു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തില് പ്രതാപന്റെ തന്നെ ഒരു ബിൽഡിങ്ങിലേക്കാണ്. അത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടേക്ക് എത്തി. അതിനുശേഷം ഋതുവിനെ പതുക്കെ അകത്തോട്ട് കൊണ്ട് ഇരുത്തി. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഋതു കണ്ണു തുറന്നു. നോക്കുമ്പോൾ തനിക്ക് അറിയാത്ത ഏതോ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്താണ് താൻ നിൽക്കുന്നത് എന്ന് ഋതു മനസ്സിലാക്കി. എന്നാൽ താൻ എവിടെയാണ്, എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നിന്റെ ഏട്ടൻ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും 48 മണിക്കൂറിനകത്ത് വെച്ച് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ കൊന്നു കളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. നീയും അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തല്ലേ മതിയാകൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഒരുക്കിയത്. എന്നിട്ട് ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് ഒരു മുദ്രപത്രമൊക്കെ കാണിച്ചു കൊടുത്തു. ഈ ഒരു മുദ്രപത്രത്തിനകത്ത് ഋതു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടാം. അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഋതു എനിക്ക് തന്ന പൈസ തിരിച്ച് ഋതു തന്നെ അത് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഋതുവിന്റെ സാക്ഷ്യപത്രമാണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ. അഥവാ സേതു തന്റെ അനിയത്തിക്ക് പൈസ തിരിച്ചു കൊടുക്കാത്തത് എന്താ എന്നുള്ള രീതിയിൽ അതിന്റെ കാര്യത്തിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പറയാമല്ലോ, എൻ്റെ കയ്യിൽ നിന്നും ഋതു പൈസ കൈപ്പറ്റി എന്ന് എനിക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു മുൻകരുതൽ അതിന് വേണ്ടിയിട്ടാണ് പ്രതാപൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും, നിങ്ങൾ നിന്നെ കൊന്നാലും ഞാൻ ഈ ഒരു പേപ്പറിൽ ഒപ്പിടത്തില്ല. നിങ്ങൾ അത്രത്തോളം ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരു തരി പോലും നിങ്ങൾക്ക് ഞാൻ ഈ പൈസ തിരിച്ചു തരത്തില്ല, ഞാൻ ഈ ഒരു പേപ്പറിൽ ഒപ്പിടത്തില്ല എന്ന് ഋതുവും പറഞ്ഞു. എന്നിട്ട് തൻ്റെ ഏട്ടനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയും ഉടനെ പ്രതാപൻ അത് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുവാണ്. ഋതുവിനെ അകത്ത് പൂട്ടിയിട്ടിട്ട് പ്രതാപൻ കാറും എടുത്തോണ്ട് പോയി. ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷെ ഒന്നും പറ്റിയില്ല. കുറേ നേരം കഥവൊക്കെ തട്ടി നോക്കി, പക്ഷെ തുറക്കാനൊന്നും പറ്റുന്നില്ല. ഒരുപാട് സമയമായി, പാതിരാത്രിയായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഋതുവിന് ഒരു ടെൻഷനാണ്. എന്നാൽ പൂർണ്ണിമയ്ക്ക് ഇപ്പോൾ എപ്പോഴും അമ്മമാർക്ക് തൻ്റെ മക്കളെ എത്ര ദൂരം പോയി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും അമ്മമാർക്കൊരു പേടി തന്നെയാണ്. തന്നെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ തന്നെയാണ്. ഒരുപാട് ഏറെ വൈകിയിട്ടും ഋതുവിനെ കാണാത്തത് കൊണ്ടുള്ള ടെൻഷൻ പൂർണ്ണിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണിമ ഒരുപാട് ഋതുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ കോള് കിട്ടുന്നില്ല. അവിടെ മുഴുവൻ നോക്കി, പക്ഷെ ഋതുവിനെ കാണാനില്ല. എവിടെ പോയതായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഋതുവിനെ വീണ്ടും വിളിച്ചു നോക്കി, പക്ഷെ കോൾ എടുക്കുന്നില്ല. ആ സമയത്ത് അച്ചുവും പല്ലവിയും വരുമ്പോഴത്തേക്കും പൂർണ്ണിമ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ എവിടെ പോയി ഋതു? ഇത്രയും നേരമായിട്ട് അവൾ തിരിച്ചു വന്നില്ലേ? സാധാരണ ഋതു എവിടെ പോയാലും എത്ര നേരമാണെങ്കിലും പൂർണ്ണിമയെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഋതുവിന് ഇങ്ങനെ കാണാതായി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പൂർണ്ണിമയ്ക്ക്.
ഈ സമയത്ത് സേതു വന്നു, സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഋതു ചിലപ്പോൾ ഉടനെ തന്നെ വരും, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അവൾ എത്രയും പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോഴും പൂർണിമ പറയുന്നുണ്ട്, ഇത്രയും നാളും എനിക്ക് ഇങ്ങനെ ഒരു ആദ്യം മനസ്സിലില്ലായിരുന്നു ഋതു ലേറ്റ് ആകുമ്പോൾ, പക്ഷെ ഇപ്പോൾ എനിക്കൊരു ആദ്യം തോന്നുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. സേതു ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സേതു അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അച്ചുവിനും ഒരു പേടിയുണ്ട്, തന്നെ എത്രയൊക്കെ ആണെങ്കിൽ പോലും എത്രയൊക്കെ തെറ്റ് ചെയ്താലും തൻ്റെ ചോരയല്ലേ, അപ്പോൾ തനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഹരിക്ക് അച്ചു പറയുന്നത് ഋതു ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കാണും, ആത്മഹത്യക്ക് എങ്ങാനും ശ്രമിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അവൾ ഓൾറെഡി ആത്മഹത്യക്ക് ശ്രമിച്ചതുമാണ്. പിന്നെ അല്ലാതെ തന്നെ ഈ ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ടും അവൾ തന്നെ കുറേ കടകൾ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനോ നാണക്കേടോ കൊണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഋതു അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അത്രത്തോളം ധൈര്യത്തോടെയുള്ള പെൺകുട്ടിയാണെന്നും അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ പാവമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും നിന്നെയൊന്നും ദ്രോഹിക്കത്തില്ല എന്നാണ് ഹരിയുടെ അഭിപ്രായം. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? താൻ ഒരിക്കലും തൻ്റെ ഏട്ടനെ താൻ സ്നേഹിക്കത്തില്ല അല്ലെങ്കിൽ തൻ്റെ ഏട്ടനെ താൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഋതുവിന് ഇനി ഒരു മാറ്റം സംഭവിക്കുമോ? ഒരാൾക്കൊരു അപകടം പറ്റുമ്പോഴാണല്ലോ അവരിൽ ഒരുപാട് മാറ്റം സംഭവിക്കുന്നത്. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.